ഈ ഗോകുൽ സുരേഷും അല്ല ഗോകുൽ സുരേഷോ ഗോകുലല്ല എന്താ മാധവ് സുരേഷ് ഗോപി ഇവനും കോക്കും തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ കോക്ക് ചോദിക്കുന്നത് തെളിവ് എവിടെ, ഞാൻ പൈസ ചോദിച്ചതിന് തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ തെളിവില്ല. എന്നിട്ട് അവൻ വന്നെന്ന് പറയുന്നത് കോക്കിനതൊരു ബുദ്ധിമുട്ടാകും എന്ന അങ്ങനെയൊന്നും വിചാരിച്ചില്ലെന്ന് അയാളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഊളത്തരം പറയുന്നുണ്ട്. അവർ പറയുന്നത് കോക്കിന്റെ പേരിൽ ഒരാൾ വന്ന് പൈസ ചോദിച്ചു, അതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ കോക്കിന് പൈസ 1,00,000 രൂപ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരാൾ വഴി. അതുകൊണ്ട് കോൾ റെക്കോർഡിംഗ് ഉണ്ടോ? അതില്ല, കാരണം അങ്ങനെയൊന്നും അറിയത്തില്ല. ഈ നമ്പർ ഏതാണെന്നൊന്ന് പബ്ലിഷ് ചെയ്യാവോ? വിളിച്ച് ചോദിച്ചാൽ നേരിട്ട് വന്ന ആളെ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? അതുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്ന ആളുകൾ? ആരെങ്കിലുമൊക്കെ എവിടെ നിന്നൊക്കെ വിളിച്ചിപ്പോൾ ഇവനോട് പറയുക മോഡിജി ഡൽഹിയിലോട്ട് വരാൻ പറഞ്ഞു, ഇവനെ ഇറങ്ങി രാവിലെ അങ്ങ് പോവോ മോഡിജിയെ കാണാൻ? തമ്മിൽ അല്ല വേണ്ട, മോഡിജിയൊക്കെ ഇവിടെ വലിയ സംഭവം, മോഡിയുടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാകത്തില്ല. ഏതെങ്കിലും ഒരുത്തൻ അല്ല വേണ്ട, ഇവിടെ ആരാ ഉള്ളത്? നമ്മുടെ ആട്ടായം മാധവ് സുരേഷിനെ കൊല്ലും എന്ന് പറഞ്ഞു, വേറൊരാൾ വിളിച്ച് പറഞ്ഞു. മാധവ് സുരേഷ് കൊണ്ട് കേസ് കൊടുക്കും, ആട്ടായം കൊല്ലും എന്ന് പറഞ്ഞ് ആരോ വിളിച്ച് പറഞ്ഞെന്ന്. അങ്ങനെ ചെയ്താൽ കൊടുക്കണം, അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട കാര്യം. അപ്പോൾ അത് ശരിയാകത്തില്ല. വേറെ എന്ത് പറയും? എന്ത് പറയും? എന്തെങ്കിലും ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയുമ്പോൾ പേടിക്കുകയോ അല്ലെങ്കിൽ അത് വിളിച്ചു പറഞ്ഞ് നടക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. ഈ പറയുന്ന ആളെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ഞാനാണ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എന്നെ ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ അയാളെ പൊക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ. അയാളെ കോക്കുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും സ്ഥിരീകരിക്കും. അതെങ്ങനെ തരും? നമ്മൾ അവനോട് പറയാതെ പൈസ തരാം, എങ്ങനെയാണ് തരേണ്ടത്? ബാങ്കിലോട്ട് ഇട്ടാൽ മതി, കൊള്ളാം, അക്കൗണ്ട് നമ്പർ അയച്ചു തരൂ, പോലീസ് കേസ്, അവനെ പിടിക്കും. നമ്പർ തന്നെ മതി, പിന്നെ പൈസ ഇടാം, എന്നിട്ട് ഒരു രൂപ ഇട്ടേക്കണം, ടെസ്റ്റ് അടിക്കാനാന്ന് പറഞ്ഞിട്ട് കിട്ടിയോ എന്ന് ചോദിക്കണം. കിട്ടി എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മൾ മറ്റേ ഗൂഗിൾ പേയിൽ 1,00,000 എന്ന് എഴുതി ഒരു മെസ്സേജ് കൊടുക്കണം, താങ്ക്സ് എന്നും പറയണം, അല്ലേ? അപ്പോൾ അവനെ കൈയോടെ പിടിക്കാൻ പറ്റും. പിന്നെ അവനും കോക്കും തമ്മിലുള്ള ബന്ധം എങ്ങനെ തെളിയുമെന്ന് ചോദിച്ചാൽ, കോക്ക് എന്തായാലും ഒരു ചായെങ്കിലും മേടിച്ചു കൊടുക്കാൻ ഗൂഗിൾ പേ എങ്കിലും ഇവരോട് ചെയ്ത് കാണും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെസ്സേജ് ആണ്, ഇവൻ്റെയൊക്കെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ലിസ്റ്റൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ അത് ഈസി ആയിട്ട് പോലീസ് കണ്ടുപിടിക്കും. അതിന് പകരം ഏതൊരു കേസ് നിങ്ങളെടുത്ത് നോക്കിയോ, ഇവിടെ മീഡിയയിൽ മാത്രം വന്നിരുന്ന് പറയുന്ന എല്ലാം കള്ളത്തരമാണ്. അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ ഒരു തരത്തിലും വിലക്കെടുക്കേണ്ട ആവശ്യമില്ല. പോലീസ് കേസ് കൊടുക്കാത്ത ചുമ്മാ പീഡിപ്പിച്ചെന്ന് പറയുന്ന പോലും എടുക്കരുത്, മനസ്സിലായോ? അതല്ല അതിൻ്റെ ശരി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് ഉറപ്പായിട്ടും കേസ് കൊടുത്ത് പോലീസിന് അന്വേഷിക്കാനുള്ള തെളിവുകൾ മാക്സിമം സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പറഞ്ഞ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കുകയോ അല്ലെങ്കിൽ അവർ വീണ്ടും വിളിക്കാനുള്ള സമയം കൊടുക്കുകയോ എല്ലാം ചെയ്യുക. അങ്ങനെ ആരും പിന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ അത് കോക്കല്ല, അത് കോക്കിൻ്റെ മണ്ടക്കോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ആരുടെ മണ്ടയ്ക്ക് ഇങ്ങനെ. ഇപ്പം ഞാൻ പറയും ആരാണ്ട് എന്നെ വിളിച്ചു, എൻ്റെ നമ്പറില്ല, എൻ്റെ കോൾ റെക്കോർഡിംഗ് ഇല്ല, മാധവ് സുരേഷ് എന്നെ എന്തോ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് എനിക്കിവിടെ പറയാം. അപവാദം പറഞ്ഞത് എനിക്കിപ്പോൾ പറയാം പുള്ളിയെ പറ്റി. മനസ്സിലായി? പുള്ളി പറഞ്ഞു ഞാൻ കഞ്ചാവാണ്, ഞാൻ മയക്കുമരുന്നാണെന്ന് ഒരാളെ വിളിച്ച് പറഞ്ഞു എന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് കേസം കൊടുക്കുക. മാധവ് സുരേഷിന് കേസ് കൊടുക്കത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ് മാധവ് സുരേഷ്. അവൻ ഇങ്ങനത്തെ ഒരുത്തനാണ്, വെറുതെ അപവാദം പറയുന്ന ഒരാളാണ് ഇവൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആളെന്നോട് പറഞ്ഞെന്ന് ആരോ ഒരാൾ. മാധവ് സുരേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ്. അപ്പോൾ ഞാൻ തന്നെ പറയാം, കണ്ടോ മാധവ് സുരേഷിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, മാധവ് സുരേഷ് ശരിയല്ല, ഞാനത് അങ്ങനത്തെ ആളല്ല, ഇങ്ങനത്തെ ആളെന്ന് എനിക്കിങ്ങനെ വേണം വെക്കുന്നത് ചെയ്യാം. അത്ര ഇവൻ ചെയ്യുന്നുള്ളൂ. ഇവന് കുഴപ്പമുണ്ട്. ഈ പറഞ്ഞ മാധവ് സുരേഷിന് കാര്യമായ പ്രശ്നമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ അറിവില്ലായ്മ, ജീവിതാനുഭവം ഇല്ല, അല്ലെങ്കിൽ ഇച്ചിരി എവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്. ഈ പറഞ്ഞ സുരേഷ് ഗോപി ചില സമയത്ത് കുറഞ്ഞ് കാണിക്കത്തില്ലേ, ചുമ്മാ എന്തെങ്കിലും കാണിക്കത്തില്ലേ, വെറുതെ. അയാൾ പലപ്പോഴും പലതും കാണിച്ചേക്കുന്നത് സീരിയസ് ആയിട്ടൊന്നും ആലോചിച്ചിട്ടൊന്നും അല്ല പുള്ളി ഓരോന്ന് ചെയ്യുന്നത്. ആളാവാൻ വരരുത് ഇങ്ങനെ കാണിക്കുന്ന മണ്ടത്തരൊക്കെ ചെയ്യുന്ന കേട്ടില്ലേ, അതുപോലെ ചെയ്യുന്നതാ. ഇത് സുരേഷ് ഗോപിയുടെ മോനാകുമ്പോൾ ചിലപ്പോൾ സുരേഷ് ഗോപിയെ കണ്ട് പഠിച്ചിട്ടുണ്ടാവും. സുരേഷ് ഗോപി ഒന്നും ചെയ്യുന്നുണ്ടല്ലോ, മക്കൾ അപ്പനെ കണ്ട് വളരത്തില്ലേ, അല്ല അപ്പനെ കണ്ട് പഠിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നത്. ഇത് അശ്വിൻ കോക്ക് എന്തോ ചെയ്യാൻ പോയെന്ന് ഇതൊക്കെ സുരേഷ് ഗോപി അറിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി എന്തായിരിക്കും പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഒന്ന് ആലോചിക്കുക, ഇങ്ങനത്തെ ഓരോ അലിഗേഷൻസ് ഓരോരുത്തരെ പറ്റി പറയുക, വെറുതെ അപവാദങ്ങൾ പറഞ്ഞു നടക്കുക. ആ ക്വാളിറ്റി നിന്റെ കുടുംബത്തിനൊക്കെ ഉള്ളോ? അല്ല അറിയാൻ വേണ്ടി ചോദിക്കും, ഇത് ഏത് കുടുംബം എന്നൊന്നും പറയുന്നത് വലിയ അഭിമാനിക്കേണ്ട കാര്യമല്ല. എങ്കിൽ പോലും തന്റെ നല്ലക്ക് ഇതാണ് ഇവിടെ പഠിപ്പിച്ചു വിട്ടത് നിന്നെയൊക്കെ. സുരേഷ് ഗോപിയുടെ മോൻ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ആണോ അല്ലയോ അതൊന്നും എനിക്കറിയത്തില്ല. നമ്മളെ DNA ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ടി വരരുത്. എന്നാലും ഞാൻ പറയുക, അയാൾ ഇങ്ങനത്തെ തെളിച്ചിലൊന്നും പറഞ്ഞാൽ കേട്ടില്ല. ഇങ്ങനെയുള്ള വെളിവില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഇങ്ങനെ ചുമ്മാ ഓരോ ഷോ ഒക്കെ കാണിക്കും. പക്ഷേ ആൾക്കാരെ പറ്റി അപവാദം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, അല്ലേ? അങ്ങനെ സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി മണ്ടത്തരങ്ങൾ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ഓരോ പൊട്ടത്തിനെ കൊപ്പിക്കും, പാട്ടൊക്കെ പാടും, ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കും. വലിയ ഉപദ്രവമൊന്നും ഇല്ല ആളെ കൊണ്ട്. ആരും ഉപദ്രവിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഡയറക്റ്റ് ഒരു ഉപദ്രവം ഇല്ല, പക്ഷേ മണ്ടത്തരങ്ങൾ കാണിക്കാറുണ്ട്. ഈ പറഞ്ഞാൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, അതല്ല ഇതാന്ന് പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ല ഡയറക്റ്റ് ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇവനെന്താ ഇങ്ങനെ? ഇവൻ എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചത്? നിവൃത്തികേടുണ്ടോ? അത് ഇനി സുരേഷ് ഗോപി ഇവനെ എന്താ പറയുക വേണ്ട രീതി സപ്പോർട്ട് ചെയ്യുന്നില്ലേ? എന്ത് ഇവൻ്റെ പ്രശ്നം? വേറെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണിത്, ഇതൊരു സ്ട്രാറ്റജിയാണ്. അത് ട്രൈ ചെയ്തു. ഇതാണ് അവർ നോക്കുന്നത്. ഒരു ഗതികെട്ടവൻ്റെ
ഒരു നിവർത്തിയില്ലാത്തവൻ്റെ, ഒരു ബോധമില്ല വെളിവുമില്ലാത്തവൻ്റെ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ്റെ, ഒരുതരം എന്താ പറയണ്ടേ, തരം താന്ന ഏറ്റവും അധപ്പതിച്ച ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ചിലർ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഒരു 2 നേരം ആഹാരം കഴിക്കാൻ വകയുണ്ടെങ്കിൽ ഇത്തരം തെണ്ടിത്തരങ്ങൾ ആരെയും പറ്റിയും പറയത്തില്ല, അപവാദം പറയത്തില്ല. അതൊരു ക്വാളിറ്റിയാണ്. എന്നിട്ട് ഈ അപവാദം പറയാതിരിക്കുക എന്നുള്ളൊരു ക്വാളിറ്റിയാണ്. നമ്മൾ ഈ പറഞ്ഞ പല വീഡിയോ ഞങ്ങൾക്ക് ഇടുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇങ്ങനെ ഒരാളെ പറ്റി അപവാദമൊന്നും പറയത്തില്ല. എന്തിനും കേട്ടാൽ അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയും. ഇപ്പോഴും നിന്നെ പറ്റിയൊന്നും അപവാദം പറഞ്ഞിട്ടില്ല, മനസ്സിലായല്ലോ. ഗൂഗിൾ സുരേഷ് അല്ല, എന്താ എൻ്റെ പേര്, മാധവ് സുരേഷ് അങ്ങനത്തെ തരത്തിലാണ് ഇങ്ങനത്തെ തരത്തിലാണെന്ന് ആരും പറയുന്നില്ല. പിന്നെ സിനിമ കണ്ടിട്ട് സിനിമ മോശമാണെന്ന് തോന്നിയാൽ മോശമാണെന്ന് പറയുന്നവൻ പറയട്ടെ. നല്ലതാണെന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞില്ല, നല്ല അമ്മ അച്ഛനൊക്കെ പറഞ്ഞില്ല, നല്ല മോനെന്ന് അറിയാവുന്നവരൊക്കെ പറഞ്ഞില്ല, നല്ല സൂപ്പറാന്ന് പറഞ്ഞില്ലേ. കൂട്ടുകാരൊക്കെ പൊക്കി എടുത്തിട്ടാണ് തോന്നുന്നു, സൂപ്പർ ഭയങ്കര സൂപ്പറാണ്, അതൊക്കെ പോരെ. അപ്പോൾ വേറെ ചിലർ എന്തെങ്കിലും മോശമാണെന്ന് പറയുന്നതിന് നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്ന കിടന്ന്? ഇവർക്ക് എന്താ ഇവൻ്റെയൊക്കെ പ്രശ്നം? അതിന് കിടന്ന് കാട്ടിക്കൂട്ടി കള്ളത്തരമാണ്. പിന്നെ പോസിറ്റീവ് റിവ്യൂ പറയാൻ 1 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. കാരണം പ്രൊമോഷൻ പൈസ മേടിക്കാൻ വേണമെങ്കിൽ കോക്കിയോ പ്രൊമോഷൻ പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നത് വിചാരിക്കും. ഇവിടെ യൂട്യൂബേഴ്സോ റിവ്യൂവേഴ്സോ ആര് വേണമെങ്കിലോട്ടെ ഒരു പടത്തിന് പോസിറ്റീവ് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഇത്ര രൂപ, ഒരു 25,000 രൂപ 30,000 രൂപയ്ക്ക് വേണം ചാർജ് ചെയ്യാം. അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രൊമോഷനാണ് എന്ന് പറഞ്ഞെങ്കിൽ ചെയ്താൽ മതി. അത് ആ ഡയറക്ടറോ അല്ലെങ്കിൽ സിനിമ പ്രവർത്തകരോ പുറത്ത് പറയത്തുമില്ല. ആരും പറയത്തില്ല ആർക്കൊക്കെ പൈസ കൊടുത്തിട്ട് ഇവർ ഈ പ്രൊമോഷൻ ചെയ്തേക്കുന്നത്, അങ്ങനെ പറയുമോ? അപ്പോൾ അത് പറഞ്ഞാൽ ഇറക്കത്തില്ല. അതിനാണ് ഇവർ നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഇവന്മാർ പേടിച്ചോ? നെഗറ്റീവ് റിവ്യൂ പറയരുത്. അല്ല, ഇവന്മാരെ പറ്റിക്കാൻ വന്നവൻ ആരാണെങ്കിലും കൊള്ളാൻ കേട്ടോ. അവൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കിടില്ല. കാരണം ഇവരുടെ പടമല്ലേ, ഇവന്മാർ നല്ല മണ്ടന്മാരാണല്ലോ. ഈ പറഞ്ഞ ഇവനെ കൊണ്ടൊക്കെ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർ നല്ല വേറെ ആണ്ട് ഉദ്ദേശത്തില്ല, അത് സുരേഷ് ഗോപി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവനെ കൊണ്ടൊക്കെ സിനിമ എടുക്കുന്നത്. അത് അതിലും വലിയ മണ്ടത്തരം. അപ്പോൾ അയാളെ വിളിച്ചങ്ങ് പറ്റിച്ചേക്കാന്ന് വിചാരിച്ചാണ്. മനസ്സിലായി, പൊട്ടന്മാരെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് നടത്തിയത്. ഇത് നെഗറ്റീവ് റിവ്യൂ ഈ കോക്ക് ഇടും, അത് ഇടാതിരിക്കണമെന്ന് കോക്കിന് 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന് കോക്ക് പറഞ്ഞു കേട്ടില്ലേ. ഒരു 15 ലക്ഷമൊക്കെ വെച്ച് പറഞ്ഞിരുന്നേ, പിന്നെ ഉണ്ടാവുന്ന ഈ 10 ലക്ഷമെങ്കിലും പറ. 1 ലക്ഷത്തിന് എന്ത് ചെയ്യാനാണ്? സത്യമല്ലേ? ഏതോ ദാരിദ്ര്യവാസിയാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ 1 ലക്ഷം രൂപ? ഒരു 5 പടത്തിന് റിവ്യൂ ഇട്ടാൽ 1 ലക്ഷം രൂപ കിട്ടും, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു മാസം അത്രയും പൈസ, ഇത്രയും കൊല്ലം ഇരുന്ന് ഇതേ റിവ്യൂ ചെയ്തിട്ട് കാശില്ലാത്തവനാണ് കോക്കുന്ന ആരാ വിചാരിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ദാരിദ്ര്യം പിടിച്ചവനാണ് കോക്കെന്നൊക്കെ ചിന്തിക്കാനും വേണ്ടി മണ്ടന്മാർ കൊണ്ട് ആരാണെന്നറിയത്തില്ല. ഇവൻ്റെയൊക്കെ ഫാൻസോ ഇവനെയൊക്കെ ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പൊട്ടന്മാരായതുകൊണ്ട് വിശ്വസിക്കുമായിരിക്കും. ഏത് ഈ പറഞ്ഞവൻ കാശ് ചോദിച്ച് കാണും, അല്ലെങ്കിൽ അശ്വന്ത് കോക്ക് അത്രക്കാരനാണ്, അവൻ കാശ് മേടിച്ച് റിവ്യൂ ചെയ്യുന്നവനാണ്, അവൻ പോസിറ്റീവ് റിവ്യൂ കൊടുക്കുന്നതെല്ലാം കാശ് മേടിച്ചിട്ടാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ പോസിറ്റീവ് റിവ്യൂവിന് അങ്ങനെ ആരെങ്കിലും പൈസ കൊടുത്ത് മേടിക്കുകയോ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ബിസിനസ്, അതൊരു പ്രൊമോഷൻ തന്നെയാണ്. പ്രൊമോഷൻ പൈസ കൊടുക്കണം. വെറുതെ ഒരാൾ നല്ലതൊക്കെ പറയേണ്ടി വന്നാൽ കൊടുക്കേണ്ടി വരും. അതിനകത്തൊരു കുഴപ്പമില്ല. പിന്നെ ജെനുവിനിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം. വേറെ കാര്യമുണ്ട്, നല്ല പടങ്ങളാണെങ്കിൽ പോസിറ്റീവ് റിവ്യൂ കൊടുക്കാൻ വേണ്ടി ആരും പൈസ കൊടുക്കണ്ട, അത് തന്നെ ഓടിക്കോളും. എന്നാൽ ഇവരെ പേടിപ്പിക്കൽ കൊള്ളാം. നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ പൈസ കൊടുക്കണം, വല്ല നെഗറ്റീവ് റിവ്യൂ പറയുന്നത്. ആ പറഞ്ഞവൻ ഉറപ്പാണ് ഇവന്റെ പടമാണ് നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവ് എങ്ങനെ പറയാൻ പറ്റും? കോക്കിനെ കൊണ്ടൊന്നല്ല, ലോകത്തെ ഏതെങ്കിലും മനുഷ്യനെ കൊണ്ട് പറ്റും? കോക്ക് പറഞ്ഞാൽ 1 ലക്ഷം രൂപ ചോരത്തിൽ കൊടുത്താൽ അവർ പടം കാണാൻ വരുമെന്ന്. എന്നാൽ പോലും ചിലപ്പോൾ ആൾക്കാർ കയറത്തില്ല, പടം കണ്ട് 1/2 മണിക്കൂർ ഇറങ്ങിപ്പോരും. അതുപോലെ സിനിമ, ഇവൻ്റെയൊക്കെ സിനിമ ഇവനൊക്കെ അഭിനയിക്കാൻ അറിയത്തില്ല. എന്നിട്ട് തിയേറ്ററിന് മുന്നിൽ ചോദിക്കും ഞാൻ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. എന്നൊക്കെ ഇങ്ങനെയാണോ സിനിമയിൽ അഭിനയിക്കാൻ വന്നേക്കുന്ന? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ? ഒരു സുരേഷ് ഗോപിയുടെ മോനാന്നും പറഞ്ഞുകൊണ്ട് ഈ നെപ്പോട്ടിക് കിഡ്സിനെ കൊണ്ട് എന്തൊരു ശല്യവും ദുരന്തമാണെന്നറിയും ഇവന്മാരെ കൊള്ളത്തില്ലെന്നാ. അത് ആവശ്യമില്ലാത്ത പണിക്ക് വന്നേക്കാം. വീട്ടിലെങ്ങനെ വെറുതെ ഇരുന്നാൽ പോലും ഇത്രയും ശല്യം ഉണ്ടാകത്തില്ല. അതിനുള്ള ഉളുപ്പും നാണോ മാനോ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങി നടക്കുക. എന്നിട്ട് ഓരോ സിനിമ ഉണ്ടാക്കിക്കൊണ്ട് വരും. ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടി ഇവനെയും കൊണ്ട് സിനിമ എടുപ്പിച്ചെടുപ്പിച്ച് ഇനി എന്തെങ്കിലും ഒരു സിനിമ പഠിച്ചങ്ങ് എടുക്കാനാകുമെന്ന് വിചാരിച്ച് ഒന്നും പോകുന്നില്ല. പൃഥ്വിരാജിനെ പോലെ ആയാൽ പിന്നെ പറയാൻ വേണ്ട. എന്തൊരു ദുരന്തങ്ങളാണെന്ന് നോക്കണേ. ഈ മക്കളെ കൊണ്ട് എന്തൊരു ശല്യമാണെന്ന് നോക്കണേ. വേറെ വിനീത് ശ്രീനിവാസൻ എല്ലാം കൊള്ളാം, നല്ല ഐറ്റങ്ങളാണ്. ഞാനിടയ്ക്ക് കോക്ക് ധ്യാനെ പൊക്കി പറഞ്ഞു കേട്ടു. ഞാൻ ആളെ കൂടെ മനുഷ്യനാണ്. അതിന് പുള്ളി സിനിമയൊന്നും വലിയ ഹിറ്റാകുന്നില്ലെങ്കിലും ഇന്റർവ്യൂ ഒക്കെ അടിപൊളിയാണ്. കമ്പനി അടിക്കാൻ പറ്റിയ ഇമാരി ഈ തൊഴിൽ സ്വഭാവം ഇല്ല. ഞാനില്ല, ഫഹദ് ഫാസിലില്ല, ദുൽഖറൊന്നും അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാറ് പോലും ഇല്ല. ഒന്ന് നോക്കി, അവരൊക്കെ സക്സസ്ഫുൾ അല്ലേ. ഞാൻ സിനിമയൊന്നും അങ്ങനെ ഭയങ്കര സംഭവമായിട്ടില്ലെങ്കിലും പേഴ്സണലി ഒരാൾ വെറുക്കാത്ത തരത്തിലുള്ള പരിപാടികളാണ് അവർ വിജയം. പക്ഷേ ഇവനൊക്കെ എന്ത് കാണിക്കുന്നത്? വെറും കഞ്ഞി പരിപാടിയല്ലേ കാണിച്ചത്, തറ വേലയല്ലേ കാണിച്ചത്. അയ്യേ, ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട ഗതികേടായിരിക്കും. അതൊക്കെ അവരുടെ നിലവാരം പോലെ ഇരിക്കും. അവരുടെ പണികൾ, അവരുടെ പ്രൊമോഷൻ ചെയ്യുന്ന രീതികൾ, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന രീതികൾ, അവരുടെ എന്താ പറയുക, ഈ പറഞ്ഞ സ്ട്രാറ്റജിക്ക് നാട്ടിൽ സ്ട്രാറ്റജി എന്നാണ് പറയുന്നത്, സെലിബ്രിറ്റി എന്ന് പറയുന്ന പോലെ സ്ട്രാറ്റജി. അത് എവിടെ നിന്ന് കിട്ടിയാന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം ഒരു തരം താഴ്ന്നവൻ്റെ ഒരു ഗതികെട്ടവൻ്റെ ഗതികെട്ടവൻ. നമ്മൾ ഈ പറയുന്ന പോലെ പൈസ കൊണ്ടുള്ള ഗതികേടല്ല കേട്ടോ. അല്ലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഗതികേടിനെ പറ്റിയല്ല. ഇതൊരു ഇന്റലക്ച്വൽ ഗതികേടുണ്ട്. ഒരു സാമാന്യ ബുദ്ധിയില്ലാത്ത ഒരു തരം പ്രശ്നം ഉള്ള ആളുകളെ പറ്റി ഞാൻ പറയുന്നത്. അവർക്കൊരു മര്യാദ ഉണ്ടാകത്തില്ല, അവർക്കൊരു നിവൃത്തി ഉണ്ടാകത്തില്ല. അവർക്ക് ചിന്തിച്ചാൽ കിട്ടുന്നതിൻ്റെ മാക്സിമമാണ് അവർ ചെയ്യുന്നത്. അവരുടെ സിനിമ അങ്ങനെയാണ്. അവൻ്റെ പ്രൊമോഷൻ കണ്ടെത്തിയ മാർഗം കണ്ടില്ലേ. വലിയൊരു പണി കൊടുക്കാനാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ പോലും ഊമ്പിയ പണിയായിപ്പോയി. പണി തിരിച്ചു മേടിക്കുന്നുണ്ടോ? കഷ്ടം തന്നെ, വളരെ കഷ്ടം, അത്രേ പറയാം.